പോകുന്നത്. നാരങ്ങ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ലെമൺ ഫ്ലേവർ കേക്ക്. ഈ ഒരു കേക്ക് ഡെക്കറേഷൻ നമ്മുടെ ഈ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒരു അംഗമായ സുമയ്യാണ് റെഡിയാക്കിയത്. അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്തത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ സുമയ്യയുടെ കേക്കിൻ്റെ ആ വീഡിയോയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, കാണുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ലെമൺ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ലെമൺ ആണ് വേണ്ടത്. ഒരു നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങയുടെ തൊലി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തൊലിയൊന്ന് മുറിച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. 1 ടീസ്പൂൺ നാരങ്ങയുടെ തൊലിയാണ് വേണ്ടത്. ഇത് മസ്റ്റാണ്, അവോയ്ഡ് ചെയ്യരുത്. ലെമൺ കേക്കിന് ഈ നാരങ്ങയുടെ തൊലി 1 ടീസ്പൂൺ നമുക്ക് വേണം. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ തണുത്ത പാൽ ഒട്ടും എടുക്കരുത്. തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് അടുപ്പിലോട്ട് ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് ആ തണുപ്പ് വിടാൻ വേണ്ടി മാത്രം ചൂടാക്കുക. ഓവറായിട്ട് ചൂടാവരുത്, ചെറിയ ചൂട് പോലും ആവരുത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് ലെമൺ ഫ്ലേവറിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ മിൽക്കും ലെമൺ ജ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ചൂട് ഒട്ടും കാണരുത് കേട്ടോ, നമ്മുടെ ബട്ടർ മിൽക്ക് ശരിയായി വരില്ല, ഇത് പിരിഞ്ഞു പോവുകയേ ഉള്ളൂ. അപ്പോൾ ചൂടൊട്ടും കാണരുത്, നമ്മുടെ ഈ പാലിന് തണുപ്പും കാണരുത്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ചെറിയ എമൗണ്ടിലുള്ളൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾ പുറത്തൊക്കെ ചെയ്യുമ്പോൾ 1 കിലോയുടെ കേക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി 1 കപ്പ് പഞ്ചസാര പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോഡാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഒന്ന് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ 1.5 കപ്പ് മൈദയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിന് നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ തണുപ്പുള്ള മുട്ട ഉപയോഗിക്കരുത്. തണുപ്പുണ്ടെങ്കിൽ റൂമിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഉപയോഗിക്കുക. ഇതിലേക്ക് നമുക്ക് ലെമണിൻ്റെ തൊലി ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചാലും മതിയാവും. ഇനി മുട്ടയൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. റിഫൈനഡ് ഓയിലാണ് ഒഴിക്കേണ്ടത്. ഇഷ്ടമുള്ള ഏതെങ്കിലും റിഫൈനഡ് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കേടിലായിട്ടുണ്ട് നമ്മുടെ ബട്ടർ മിൽക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യുകയേ അരുത്. പിന്നെ നമ്മൾ ക്ലോക്ക് വൈസിൽ വേണം ഇത് മിക്സ് ചെയ്യുക. അതായത് ഒരേ ദിശയിലോട്ട് തന്നെ ഇതുപോലെ കറക്കി മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും, നടുക്ക് ഭാഗമൊക്കെ ഒന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നമുക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ഇത് ശരിയായിട്ട് വരത്തില്ല. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. കേക്ക് ടിന്ന് എടുക്കുമ്പോൾ ഏതെങ്കിലും അലൂമിനിയം ടിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അലൂമിനിയം ടിന്നിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ അലൂമിനിയം ചരുവാണെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം, ഈസി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കുറച്ച് മാവ് കൂടി ഞാൻ ഇതിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തും ഒന്ന് തട്ടി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കേക്ക് പെട്ടെന്ന് റീമോൾഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സസ് ആയിട്ടുള്ള ഫ്ലോർ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുക. എന്നതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓവൻ ഇല്ലാതെയും ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന് ഓവൻ ഇല്ലാതെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുക, അതിൽ നിങ്ങൾ കാണുക. പിന്നെ ഇത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് ഞാൻ സാധാരണ
സാധാരണ ഇഡലി കുട്ടുവത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയത്. ആദ്യം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യും. എന്നതിന് ശേഷം ഇത് ഈ ഒരു ടിൻ ഇറക്കി വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റാണ് നിങ്ങൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യേണ്ടത്. ഓവനിലാണെങ്കിൽ ആദ്യം ഏത് ഓവനാണെങ്കിലും 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം OTG ഓവനിലാണെങ്കിൽ 160 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 180 ഡിഗ്രിയിൽ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 35 തൊട്ട് ഒരു 45 മിനിറ്റ്സ് വരെ നമുക്ക് കൺവെക്ഷൻ ഓവനിൽ ബേക്ക് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് ഞാൻ ഒരു അരക്കപ്പേ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ലെഫ്റ്റ് ഓവർ വിപ്പിംഗ് ക്രീം ഇരിപ്പുണ്ട്. നിങ്ങളൊരു 1/4 കപ്പ് എടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്രീം നന്നായിട്ട് തണുത്ത ക്രീം ആയിരിക്കണം. എന്നാലേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമുക്ക് കുറച്ച് ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ ഈ ബൗൾ ഇറക്കി വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലപോലെ വിപ്പായി കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ക്രീം ഞാനിവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം. എൻ്റെ അടുത്ത് ലെഫ്റ്റ് ഓവർ ക്രീം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് ക്രീം ഇപ്പോൾ എടുത്തത്. കണ്ടോ, ഇത് ഞാൻ തലേന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രീമാണ്. ഞാൻ ഫ്രീസറിലാണ് ക്രീം സൂക്ഷിച്ച് വെക്കുന്നത്. അടച്ച് ഫ്രീസറിൽ വെക്കും, ആവശ്യത്തിന് എടുക്കും. ഇത് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. എനിക്കൊരു 50 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഈ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നത്. ഇനി ഈ കേക്ക് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് കംപ്ലീറ്റ് കൂളായതിന് ശേഷമാണ് നമ്മൾ ഇതിൽ നിന്നും പുറത്തെടുക്കുന്നത്. ചൂടോടുകൂടി എടുക്കാൻ നിൽക്കരുത്. ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ദേ ഇതുപോലെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് വിട്ടെടുക്കുക. കണ്ടോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് റീമോൾഡായിട്ട് കിട്ടും. ചെറിയൊരു കേക്കാണ്, അത്ര വലിപ്പമുള്ള കേക്കല്ല ഇത്. ഇനി ദേ നമുക്ക് ഈ കേക്ക് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. കണ്ടോ, ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ നിന്നും മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പ് വേണം. ഇതിപ്പോൾ നമ്മൾ പ്രത്യേക എസെൻസ് ഒന്നും കേക്കിൽ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ കലക്കിയിട്ട് ഒരല്പം വാനില എസെൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത ഷുഗർ സിറപ്പാണിത്. നമുക്കെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കേക്കൊരു സോഫ്റ്റ്, കുറച്ചുകൂടി നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ് ആവും. കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ചേർക്കുന്നത്. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല. തുടക്കം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതെന്നൊന്നും. നമ്മൾ തുടരെയാണ് ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നത്. തുടക്കത്തിൽ തന്നെ എല്ലാം നടക്കും എന്ന് കരുതരുത്. പയ്യെ നമുക്കത് സാധിക്കും. ഈ കേക്ക് ഒന്ന് തിരിച്ച് വെക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ തിരിച്ച് വെച്ചിട്ട് ഐസിങ് ചെയ്യുക. ഞാനിപ്പോൾ വിട്ടുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ടോപ്പിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ നല്ല ലെവലായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇതിപ്പോൾ ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. നമുക്ക് ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് ഈ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം. കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഐസിങ് ഒക്കെ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക. എന്നതിന് ശേഷം വീണ്ടും ഐസിങ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ടേൺ ടേബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ക്രീം വിപ്പ് ചെയ്ത് ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിരുന്നു. ഇതിലേക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ യെല്ലോ ഫുഡ് കളർ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, യെല്ലോ കളറുള്ള മിൽക്ക് മിക്സ്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ജെൽ കളറാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചേർത്തു എന്നേ ഉള്ളൂ. നല്ലൊരു ഫ്ലേവറാണ്. എന്നാലും നമ്മുടെ ക്രീം കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസിൻ്റെ മുകളിൽ ഈ ക്രീം വെച്ചു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ടാണ് ഈ ക്രീം ഇപ്പോൾ വിപ്പ് ചെയ്തെടുത്തത്. എന്നിട്ട് നിങ്ങളൊരു അരമണിക്കൂർ ഫ്രീസറിലോട്ട് വെക്കുക ഈ ക്രീം. എന്നാലേ നല്ല പോലെ ഇത് കിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ലൂസാണ്. ഇപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഐസിങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ക്രീം റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിലോട്ട് വെക്കുക. പിന്നെ ജെൽ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ജെൽ കളറാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതുപോലെ ക്രീം ഇതുപോലെ വെക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റേത് കുറച്ച് ലൂസാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ലൂസാണ് ക്രീം എന്നേ ഉള്ളൂ. നന്നായിട്ട് സ്റ്റിഫായിട്ട് ഇരുന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ
ചെറുതായിട്ട് ഈ ക്രീം ലൂസാണ്. എന്നാലും പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കുറേ നേരം ഈ ഒരു ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറേ നേരം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാവൂ കേട്ടോ. ഞാനിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇപ്പോൾ അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ശരിക്കും അത് പറയാൻ വിട്ടുപോയി. നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചണിലെ സുമയ്യ ആണ് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ ലെമൺ കേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ച് ഈ ഒരു ഡെക്കറേഷനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുമയ്യ 1 കിലോയുടെ കേക്കാണ് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾ 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല മനോഹരമായിരിക്കും. ഇതിപ്പോൾ കൊച്ചു കേക്കായതുകൊണ്ട് അത്ര വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്രീമിൻ്റെ ഫുഡ് കളർ ചേർത്തതും കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ നിങ്ങൾ കളർ ചേർക്കുമ്പോൾ ജെൽ കളർ തന്നെ ചേർക്കാൻ നോക്കുക. ജെൽ കളർ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ലിക്വിഡ് കളറൊക്കെ ചേർക്കാവൂ. ഇനി കുറച്ച് നമ്മുടെ ഷുഗർ ബോൾസാണ്, അതുകൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ സുമയ്യ ഉണ്ടാക്കിയ ആ ഒരു കേക്ക് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടോ, നല്ല ഭംഗിയായിട്ട് ആ കുട്ടി ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ ഞാൻ ഷുഗർ ബാൾസ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് തന്നെ 1 കിലോ കേക്ക് ഉണ്ടാക്കുക. 1 കിലോയുടെ കേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടി പൊക്കം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ നിങ്ങൾ പുറത്തൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ 1 കിലോയുടെ അല്ലേ സാധാരണ ചോദിക്കുന്നത്. അപ്പം അളവനുസരിച്ചിട്ട് ചെയ്യുക. കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അതിമനോഹരമായിട്ടുള്ള ലെമൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഈ ഒരു ഫ്ലേവറിൽ കേക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയേക്ക്. ആരും മറക്കരുത് ആ കാര്യം, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.